നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മുടെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. എക്സാം രജിസ്ട്രേഷൻ ചെയ്യുന്ന ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരും, എങ്ങനെയാണ് എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരുമെന്ന്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാം രജിസ്ട്രേഷൻ്റെ പ്രോസസ്സാണ്. അതായത് എങ്ങനെയാണ് ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരു 2-3 ദിവസം മുന്നേ നമ്മുടെ നമ്മുടെ ടൈം ടേബിൾ വന്നു. ടൈം ടേബിളിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത്ര ഡേയ്സിനുള്ളിലാണ് നമ്മൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഈ സൈറ്റിലൂടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സൈറ്റിൽ കയറിയിട്ട് എക്സാം ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ നേരെ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെയാണോ സ്ക്രീനിൽ കാണാൻ പറ്റും എന്താണ് ഞാൻ ഇവിടെ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇത് മൊബൈലാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. മൊബൈലിൽ ഇപ്പോൾ ഗൂഗിൾ ക്രോമിലാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡെസ്ക്ടോപ്പ് മോഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ സെയിം വിൻഡോ തന്നെ വരും. അല്ല, മൊബൈൽ മോഡിൽ തന്നെ ചെയ്താലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ മൊബൈലോ ലാപ്ടോപ്പോ ടാബ്ലറ്റോ ഏതെങ്കിലും ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിന് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന്. ആദ്യമേ തന്നെ ഗൂഗിളിൽ കയറാം. ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. അവിടെ ജസ്റ്റ് നമ്മുടെ CMA.in എന്ന് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരാം. നമ്മുടെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ CMA മെമ്പർ സാർ മരിച്ചതിൻ്റെ ഒരു സംഭവമാണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളത് ക്ലോസ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ താണ്ടോ ഈ മുകളിലത്തെ ഈ ഒരു ബാനർ, എൻ്റെ ഈ ഒരു കഴ്സർ പോണ സ്ഥലത്തേക്ക് നോക്കുക. മൗസിൻ്റെ കഴ്സർ പോണ സ്ഥലത്തേക്ക് നോക്കുക. ഇവിടെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ടാബ് ഉണ്ടോ? ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ മുകളിലത്തെ ബാനറിൽ സ്റ്റുഡൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നേരെ ഇവിടെ വരാണെങ്കിൽ കണ്ടോ കോഴ്സസ്, അഡ്മിഷൻ, എക്സാംഷൻ, ട്രെയിനിങ്, എക്സാമിനേഷൻ. ഇതിൽ ഈ എക്സാമിനേഷനിൽ ക്ലിക്ക് ചെയ്യുക. എക്സാമിനേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് ആയിരിക്കും വരാം. നമുക്കിപ്പോൾ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷനും നമ്മുടെ CMA ടൈം ടേബിളും കാര്യങ്ങളെല്ലാം ഇവിടെ കണ്ടോ. ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഓപ്പൺ ആയിട്ട് വരാം. കണ്ടോ, ഇത് നമ്മുടെ ലാസ്റ്റ് ടൈം ടേബിളാണ്. ഈ ടൈം ടേബിൾ എന്താണെന്നും ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ഈ ഇന്റർമീഡിയറ്റിന് 2 എക്സാമിനേഷൻ എന്താ സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചും ചെയ്യാനില്ല. ഇതിന് നേരെ നിങ്ങൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വരാണെങ്കിൽ എക്സാമിനേഷന് താഴെ കുറേ ആരോസ് കൊടുത്തിട്ട് കുറേ സെക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ എക്സാമിനേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എവിടെയത് കണ്ടോ? ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം കണ്ടോ? ഈ 3ാമത്തെ സൈറ്റ് ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോം. ഈ ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരാം. ഈ ഒരു വിൻഡോയിൽ അവർ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം. ലാസ്റ്റ് ടേമിലേക്ക് ഓപ്റ്റ് ഔട്ട് ചെയ്ത സ്റ്റുഡൻസ് ഇല്ലേ, ആ സ്റ്റുഡൻസിന് ഒരു ഗ്രൂപ്പും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഇവരുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ടേമിൽ ഓപ്റ്റ് ഔട്ട് ചെയ്തു. അതിപ്പോൾ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ ലാസ്റ്റ് ടേമിൽ 3rd ഗ്രൂപ്പിനാണ് അപ്ലൈ ചെയ്തത്. ഞാൻ ഓപ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ ഒരു അറ്റംപ്റ്റിൽ എനിക്ക് 3rd ഗ്രൂപ്പാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 4th ഗ്രൂപ്പും കൂടെ എഴുതണം. ഞാൻ ബോത്ത് ഗ്രൂപ്പാണ് എഴുതാൻ തീരുമാനിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഓൺലൈനായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ ഓഫ്ലൈനായിട്ട് വേണം ചെയ്യാൻ. കണ്ടോ, ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഐറ്റം എന്ന് വായിച്ചു. കാൻഡിഡേറ്റ്സ് ക്യാൻ അപ്ലൈ അഡീഷണൽ ഗ്രൂപ്പ് ബൈ സബ്മിറ്റിംഗ് DD. നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് DD അയക്കണം, ഡിമാൻഡ് ഡ്രാഫ്റ്റ് അയക്കണം. ആർക്ക് അയക്കേണ്ട? ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പേബിൾ അറ്റ് കൊൽക്കത്ത. ടു ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ പേബിൾ അറ്റ് കൊൽക്കത്ത എന്നുള്ള റെസിപ്പിയുടെ അഡ്രസ്സിലേക്ക് വേണം നിങ്ങൾ DD അയക്കാൻ. ബാങ്കിൽ ചെയ്യില്ല, DD അയക്കാനാണെന്ന് പറഞ്ഞാൽ മതി. പ്രിഫർ ചെയ്യുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഡീലിംഗ്സ് എല്ലാം പഞ്ചാബ് നാഷണൽ ബാങ്കുമായിട്ടാണ് കൂടുതൽ നടക്കുന്നത്. അതിങ്ങനെ നിങ്ങൾ ഒരു DD അയക്കുക. എന്നിട്ട് DD അയച്ചിട്ട് ഈ DDയും എക്സാമിന് ആപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോമും കൂടെ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഹാർഡ് കോപ്പി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക്, നമ്മുടെ എക്സാം ഡിപ്പാർട്ട്മെന്റിലേക്ക്, എക്സാം ഡയറക്ടറേറ്റിലേക്ക് എന്ത് ചെയ്യുക? പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. സ്പീഡ് പോസ്റ്റ് വഴി അയച്ചു കൊടുക്കുക, കൊൽക്കത്തയിലേക്ക് അയച്ചു കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റിന് മുന്നേ അവിടെ ചെല്ലണം. അങ്ങനെയാണ് എക്സ്ട്രാ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ആ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ വന്നാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? ഈ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇന്റർമീഡിയറ്റ് ആണോ ഫൈനലാണോ എന്നുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. നിങ്ങളിവിടെ ഇന്റർ ആണെങ്കിൽ ഇന്റർ, ഫൈനൽ ആണെങ്കിൽ ഫൈനൽ. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് വരും, എക്സാം ഫീസ് വരും. സിംഗിൾ ഗ്രൂപ്പാണ് അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ 1200, 2 ഗ്രൂപ്പാണ് അപ്ലൈ ചെയ്യേണ്ടെങ്കിൽ 2400, ഇന്റർമീഡിയറ്റിന് ഫൈനലാണെങ്കിൽ 1400, 2 ഗ്രൂപ്പാണെങ്കിൽ 2800 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് എക്സാം ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 27 ഓൺലൈനായിട്ട് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. ലേറ്റ് ഫീസ് ഒന്നും ഇല്ലാണ്ട് അടയ്ക്കേണ്ടത് ഏപ്രിൽ 27 മുന്നേ എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇത് തന്നെയാണ് ഏപ്രിൽ 27, അതായത് ഈ വരുന്ന 27-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ്. ഇവിടെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. അതിനുശേഷം താഴെ വന്നിട്ട് ഇവിടെ അക്സെപ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. ഈ അക്സെപ്റ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ടാബാണ്. ഇവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലീസ് ചെക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതായത് തൊട്ട് താഴെ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കൂടെ അപ്പിയർ ആവും. ആ ബട്ടണിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇങ്ങനെ ഒരു വിൻഡോയിൽ അപ്പിയർ ആയിട്ട് വരും. നിങ്ങളുടെ ഫുൾ എൻ്റയർ ഡീറ്റെയിൽസ് ഇങ്ങനെ ഒരു വിൻഡോയിൽ അപ്പിയർ ആയിട്ട് വരും. ഓക്കെ, എന്നിട്ട് ഇവിടെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രേഷൻ നമ്പർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് ഉണ്ടോ ക്ലിക്ക് ഹിയർ. അവിടെ ആ ഒരു ബട്ടണിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് മുന്നേ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ അവിടെ കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ട് വരും. ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ വെച്ച് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്റർമീഡിയറ്റ് എക്സാം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് വരണമെന്നില്ല. കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതായത് മുന്നേ എപ്പോഴെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടാമതോ മൂന്നാമതോ പ്രാവശ്യമൊക്കെയാണ് എക്സാം എഴുതുന്നെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. മനസ്സിലായോ? അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഇന്റർനെറ്റ് രജിസ്ട്രേഷൻ എടുത്തിട്ട് എക്സാം ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചറും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് ഞാൻ പറഞ്ഞതാണ്. ഇവിടെ ഈ പുള്ളിക്കാരൻ ഓൾറെഡി ഒരു പ്രാവശ്യം എക്സാം എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. അതുകൊണ്ട് കഴിഞ്ഞ വട്ടത്തെ ഡീറ്റെയിൽസ് ഇങ്ങോട്ടേക്ക് എല്ലാ ഡീറ്റെയിൽസും വന്നോളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ, നിങ്ങളുടെ മിഡിൽ നെയിം, ഫുൾ നെയിം ചോദിക്കും, മെയിലാണോ ഫീമെയിലാണോ, അച്ഛൻ്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ചോദിക്കും. അത് പ്രോപ്പറായിട്ട് കൊടുത്തേക്കുക. അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിനുശേഷം കേരള സ്റ്റേറ്റ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ ഡീറ്റെയിൽസ് കൊടുത്തേക്കുക. അത് കഴിഞ്ഞിട്ട് ഇമെയിൽ ഐ ഡി പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുക, കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഓൺലൈൻ എക്സാം ആണ്, ഇമെയിൽ ഐ ഡിക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും തെറ്റിക്കാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ വന്നായിരുന്നു നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫിസിക്കലി ചാലഞ്ചഡ് ആണോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ക്വാളിഫിക്കേഷൻ ബികോം ആണ്, എന്താണെന്ന് പറഞ്ഞാൽ അത്. അതുപോലെ SC/ST കാസ്റ്റിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, അത് കൊടുക്കുക. മീഡിയം ഓഫ് എക്സാമിനേഷൻ ഇംഗ്ലീഷും ഹിന്ദി ഉണ്ടാവും, നമ്മൾ ഇംഗ്ലീഷാണ് ഓബിയസ്ലി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെ വന്നിട്ട് എക്സാം സെൻറ്റർ നെയിം കണ്ടോ, ഇതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെയാണ് എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ എക്സാം സെൻറ്റർ ഇവിടെ വേണം നമ്മൾ എക്സാം എഴുതാൻ. ഈ പുള്ളി നമ്മുടെ എക്സാം എഴുതാൻ പോകുന്നത് കണ്ണൂരാണ്. അപ്പോൾ നോക്കി കണ്ണൂർ എവിടെയാണ് ഉള്ളത് നോക്കി, കണ്ണൂരുണ്ടോ? അപ്പോൾ ജസ്റ്റ് കണ്ണൂർ സെലക്ട് ചെയ്ത് കൊടുക്കുക, നേരെ താഴേക്ക് വരാം. അതിനുശേഷം പിന്നെ സെൻറ്റർ നെയിമാണ് ചോദിക്കുന്നത്. എക്സാമിൻ്റെ സിറ്റി നെയിം ആയിരിക്കും ഫസ്റ്റ് ചോദിക്കുന്നത്. അവിടെ നിങ്ങളൊരു സിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എക്സാം സെൻറ്റർ നെയിം, ഇവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും കാണില്ല. ചിലപ്പോൾ ചില സിറ്റികളിൽ 2 എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ 2 സെൻറ്റേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് ഏതാണെന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഇവിടെ കണ്ണൂരാണെങ്കിൽ ഒന്നുമില്ല, കണ്ണൂർ ഒരു സെൻറ്റർ മാത്രമേ ഉള്ളൂ, 223 ആണ്. ആ 223 ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴെ വന്നിട്ട് സിലബസ്, ഓബിയസ്ലി എന്താണ് 2016 സിലബസ് ആണ്, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനുശേഷം ഗ്രൂപ്പിൻ്റെ പേര്, ഏത് ഗ്രൂപ്പാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പാണോ സെക്കൻഡ് ഗ്രൂപ്പാണോ, അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഒരുമിച്ചാണോ അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക, സെക്കൻഡ് ഗ്രൂപ്പ് ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. 2 ഗ്രൂപ്പ് ആണെങ്കിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എന്നുള്ള ആ ഒരു ടാബ് നിങ്ങൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പുള്ളിക്കാരൻ ബാക്കി ഫസ്റ്റ് ഗ്രൂപ്പ് ഓൾറെഡി പാസ്സായി, സെക്കൻഡ് ഗ്രൂപ്പിനാണ് എക്സാം എഴുതാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ടാണ്. അപ്പം അവന് ഞാൻ ഇവിടെ സെക്കൻഡ് ഗ്രൂപ്പ് 2 എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കോഴ്സ് ഇൻ്റർമീഡിയറ്റ് തന്നെയാണ്. അതിനുശേഷം മോഡ് ഓഫ് കോച്ചിങ്, ഓറലാണെങ്കിൽ ഓറൽ, പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ, ഈ ലേണിംഗ് ഏതാണെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഓറൽ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ വന്നിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഉള്ളു, വേറെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്, പ്ലീസ് അറ്റാച്ച് യുവർ സിഗ്നേച്ചർ. നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് അടുത്ത സ്റ്റേജിൽ അതായത് ഇവിടെ മുകളിൽ കണ്ടോ സ്റ്റുഡൻസ് ഡീറ്റെയിൽസ്, അതിനുശേഷം അപ്ലോഡ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇതിൽ അപ്ലോഡ് സിഗ്നേച്ചർ ആൻഡ് ഫോട്ടോഗ്രാഫർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പുള്ളിക്കാരൻ കഴിഞ്ഞ വട്ടം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇന്റർമീഡിയറ്റ് രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഫൈനലിൻ്റെ രജിസ്ട്രേഷൻ എടുത്തിട്ട് ആദ്യമായിട്ടാണ് എക്സാം എഴുതുന്നതെങ്കിൽ, നിങ്ങൾ ഇവിടെ ഈ മുകളിൽ വന്നിട്ട് ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ JPG, JPEG, BMP ഈ 3 ഫോർമാറ്റിലായിരിക്കണം എന്തുണ്ടാവേണ്ടത്, നമ്മുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവേണ്ടത്. ഈ 3 ഫോർമാറ്റിലായിരിക്കണം ഫോട്ടോഗ്രാഫ് ഉണ്ടാവേണ്ടത്. നെയിമിനകത്ത് എക്സ്ട്രാ സ്പേസോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഇടരുത്. സാധാ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഫോട്ടോന്നോ സിഗ്നോ എന്തെങ്കിലും ചെറിയൊരു പേര് മാത്രം ഇടുക. അതിനുശേഷം അതിൻ്റെ സൈസ് 40 KB ആയിരിക്കണം. 40 KB താഴെ ആയിരിക്കണം അതിൻ്റെ സൈസ്. JPG, JPEG എന്നാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ്. ആ ഒരു ഫോർമാറ്റിലായിരിക്കണം, 40 KB താഴെ ആയിരിക്കണം. ആ ഒരു സാധനം ജസ്റ്റ് അത് ഓക്കെയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്താൽ അപ്ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയിക്കോളും. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞു. ഇനി ശേഷം അടുത്ത സ്റ്റെപ്പ്, ഇവിടെ 3ാമത്തെ സ്റ്റെപ്പ് എന്താണ്, പേയ്മെൻറ്റ്. ഈ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് മോഡ് ചോദിക്കും. പേയ്മെൻറ്റ് മോഡ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഐറ്റംസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഞാനിവിടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ആ ഒരു ഇതാണ് ക്ലിക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഇവിടെ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ ഒന്നും പിള്ളേർക്ക് മിക്കപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. ഇവിടെ വന്നിട്ട് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യണം. ബിൽ ഡെസ്ക് അതാണ് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ. ബിൽ ഡെസ്ക് ആണ് നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ. ആ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യണം. ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിനാണ് അപ്ലൈ ചെയ്തത്, ഓട്ടോമാറ്റിക്കലി വരും. എത്രയാണ്, 1200 രൂപയാണെന്ന്. അത് ഒന്നും ചെയ്യേണ്ട. അതിന് നേരെ താഴെ വന്നിട്ട് പേയ്നൗവിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പേയ്നൗവിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമ്മുടെ കറണ്ട് രജിസ്ട്രേഷൻ നമ്പറും കറണ്ട് എമൗണ്ട് എഴുതിയേക്കും. നമ്മുടെ പേയ്മെൻറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ ബിൽ ഡെസ്ക് ആണ്. അതിന് തൊട്ട് താഴെ വന്നിട്ട് പേയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നേരെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആയിരിക്കും വരുന്നത്.
ഇവിടെ നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓക്കെ ക്രെഡിറ്റ് കാർഡ്, ലെഫ്റ്റ് സൈഡിൽ ഒന്ന് ഡെബിറ്റ് കാർഡ്, നമ്മുടെ ATM കാർഡ് ആണെങ്കിൽ ഡെബിറ്റ് കാർഡ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്സ് ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഡെബിറ്റ് കാർഡ്സ്, നമ്മുടെ നെറ്റ് ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതാണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാലറ്റോ ഒക്കെ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം QR കോഡ് ആണെങ്കിൽ ഈ ഒരു QR കോഡ് വരും, സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ UPI ആണെങ്കിൽ UPI സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ UPI ആണ് സെലക്ട് ചെയ്യുന്നത്. UPI എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ ഇല്ലേ, അത് യൂസ് ചെയ്ത് നമുക്ക് പേ ചെയ്യാൻ പറ്റും. അവിടെ വന്നിട്ട് ഈ BEAM UPI ഇതിൽ ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ആയിട്ട് കിടക്കായിരിക്കും. അതിനുശേഷം മേക്ക് പേയ്മെന്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഇവിടെ വരും. നമ്മൾ അടയ്ക്കേണ്ടത് 1200 രൂപയാണ്. പ്രൊസീഡ് വിത്ത് പേയ്മെന്റിൽ ക്ലിക്ക് ചെയ്യുക. ഒരു നെക്സ്റ്റ് ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ അതായത് ഒന്നുകിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ സാധാരണ നമ്മൾ കടയിലൊക്കെ ചെയ്യുന്നത് പോലെ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, പേയ്മെന്റ് നടത്താം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ നിങ്ങളുടെ UPI ID അടിച്ചു കൊടുത്തിട്ട് പേയ്മെന്റ് നടത്താം. ഓക്കെ, അപ്പോൾ ഞാൻ പേയ്മെന്റ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിൽ എന്താ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അത് ചെയ്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഓൺലൈൻ പേ ചെയ്തു. ഞാൻ ജസ്റ്റ് UPI അടിച്ചു, അതിനകത്ത് മേക്ക് പേയ്മെന്റ് കൊടുത്തു. എൻ്റെ ഫോണിലേക്ക് അപ്പോഴേ നോട്ടിഫിക്കേഷൻ വരും. ഞാൻ നോട്ടിഫിക്കേഷനിൽ കയറിയിട്ട് എൻ്റെ UPI ID അടിച്ച് പേയ്മെന്റ് അടിച്ച് പിന്നടിച്ച് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു എറർ പേജ് ആയിരിക്കും വരിക. നിങ്ങൾ 99% ആൾക്കാർ ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു എറർ പേജ് തന്നെയായിരിക്കും വരിക. അതായത് യുവർ പേയ്മെന്റ് ട്രാൻസാക്ഷൻ സ്റ്റിൽ നോട്ട് കൺഫേംഡ്. കണ്ടോ, സബ്ജക്ട് ടു റിയലൈസേഷൻ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഇത്ര വർക്കിംഗ് ഡേയ്സിനുള്ളിൽ വരും, വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് കാണുമ്പോൾ എല്ലാവരും ടെൻഷനാവും. കാരണം 1200 രൂപ നമ്മുടെ പോയോ ഇല്ലെന്നായിരിക്കും നമ്മുടെ ടെൻഷൻ. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമില്ല. ഇത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് വരിക. പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ നെക്സ്റ്റ് വരുന്ന ഒരു എറർ പേജ്. നിങ്ങളൊന്നും ചെയ്യേണ്ട, നേരെ ബാക്ക് ഇറങ്ങാം. ബാക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഇവിടെ താഴെ വന്നിട്ട് ഓൺലൈൻ എക്സാം ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇന്റർമീഡിയറ്റ് ആണോ ഫൈനൽ അതൊന്നുകൂടെ നോക്കുക. അതിനുശേഷം താഴെ വരിക, അക്സെപ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പ്രോസസ്സ് ഒന്നും കൂടി ചെയ്യുക. രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കി കൊടുക്കാം. രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ പ്ലീസ് ക്ലിക്കിൽ സെലക്ട് ചെയ്യുക. കണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കി. നെയിം നന്ദകുമാർ VK, രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട്. എക്സാം ആപ്ലിക്കേഷൻ ഈസ് സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ഗ്രൂപ്പ് 2 ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ഫോർ ഗ്രൂപ്പ് 2. താഴെ വന്നിട്ട് ലൈക്ക് ടു എഡിറ്റ് ഓർ പ്രിന്റ് ആപ്ലിക്കേഷൻ. കണ്ടോ, അതായത് നമ്മൾ ഓൾറെഡി രണ്ടാമത്തെ ഗ്രൂപ്പിന് വേണ്ടിയാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തത്. അത് ഓൾറെഡി അപ്ലൈ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റ് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഒന്നുകിൽ അത് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റെസിപ്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ 4 ഡിജിറ്റ് മൊബൈൽ നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ചോദിക്കും. അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഞാനത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് വരാം. ഓക്കെ, അതിനുശേഷം ഇവിടെ ക്ലിക്ക് ഹിയറിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് നേരത്തെ അടിച്ച ഡീറ്റെയിൽസ് എല്ലാം വരും. ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പ് 2 ആണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി താഴെ വന്നിട്ട് താഴെ പ്രിന്റ് സബ്മിറ്റഡ് ഫോം. അതിൽ ജസ്റ്റ് പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, റെസിപ്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. സത്യം പറഞ്ഞാൽ ആദ്യമേ നമ്മൾ പേ ചെയ്ത ഉടനെ നമുക്ക് ഈ റെസിപ്റ്റ് ആണ് കിട്ടേണ്ടത്. പക്ഷേ എന്തുകൊണ്ടോ അവിടെ എറർ ആയിരിക്കും എല്ലാ പ്രാവശ്യവും വരുന്നത്. കുഴപ്പമില്ല, നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുണ്ട്. കണ്ടോ, യുവർ പേയ്മെന്റ് ത്രൂ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ട്രാൻസാക്ഷൻ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എമൗണ്ട് 1200 രൂപയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ വന്നിട്ട് നിങ്ങൾ ഈ ഒരു പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു PDF ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ സേവ് ചെയ്ത് വെക്കാം. ഇവിടെ പ്രിന്റ് സേവ് ആസ് PDF കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞാൽ ഇത് സേവ് ചെയ്തിട്ട് വെക്കാനായിട്ട് പറ്റും. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മുഴുവൻ റെഫർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ഈ എക്സാം എഴുതുന്ന എല്ലാ ആൾക്കാരും എന്ത് ചെയ്ത് പറ്റും, എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തേ പറ്റൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ, അത് നമ്മൾ ഈ DDH ഓഫ്ലൈനായിട്ട് DDH എങ്ങനെയാണ് എക്സാം ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് കൂടി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം.